നമസ്കാരം. കാസർഗോഡ് മണ്ഡലത്തിലൂടെയാണ് ഇലക്ഷൻ ബസ് സഞ്ചരിക്കുന്നത്. ML അശ്വിനി, BJPയുടെ ഫയർ ബ്രാൻഡ് നേതാവ്, ഈ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ തവണ അശ്വിനെ കാണുമ്പോൾ അശ്വിനി ഒരു പുതുമുഖമായിട്ടാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ആയപ്പോഴേക്കും ജില്ലാ അധ്യക്ഷയായിട്ട് പവർഫുള്ളായിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. എങ്ങനെയുണ്ട് മത്സരം? അതെ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. MP ഇലക്ഷൻസിൽ കണ്ടസ്റ്റ് ചെയ്യുമ്പോൾ ഞാനൊരു ന്യൂ ഫേസ് ആയിട്ടുണ്ടായിരുന്നു. എവിടെ പോയെങ്കിൽ ഞാൻ അശ്വിൻ ML ആണെന്ന് പറയുന്നതുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനല്ല. ഞാൻ അശ്വിൻ ML എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ജനങ്ങൾ പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഡെയിലി പേപ്പറിൽ കാണുന്നുണ്ട്, ന്യൂസിൽ കാണുന്നുണ്ട്. അപ്പോൾ ന്യൂസിൽ കണ്ടിട്ട് മാത്രമാണ് നമുക്ക് മുഖ പരിചയമുണ്ടായിരുന്നു. ഇന്ന് നേരിട്ട് കണ്ടതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. നമുക്ക് കാണാൻ വേണ്ടി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ അതൊരു ഹാപ്പി ഫീലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജനങ്ങളെ ഇടയിൽ അശ്വിനി ML റീച്ചായി കഴിഞ്ഞു എന്നാണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത്. കാസർഗോഡ് സാധ്യത എങ്ങനെയാണ്? കാസർഗോഡ് BJP 2ാം സ്ഥാനത്ത് വരുന്ന മണ്ഡലമാണ് പതിവായി. ഇത്തവണ ശക്തമായ മത്സരം നടക്കുന്നു. കലക്ടർ മാഹിനും അതുപോലെ തന്നെ ഷാനവാസ് പാദൂരും എതിരാളികളായിട്ടുണ്ട്. മത്സരത്തിൻ്റെ ഒരു ടേൺ മാറുകയാണോ? എന്ത് തോന്നുന്നു ഈ മത്സരത്തിൻ്റെ ഒരു ഗതിയെക്കുറിച്ച്? മാറാത്തത് ഇനി മാറും തീർച്ചയായിട്ടും. ബിക്കോസ് കാസർഗോഡ് ഫോർമേഷൻ ആയ ശേഷം ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ML മാറാണ് ജയിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം ഒരു മാറണം, അങ്ങ് മാറ്റങ്ങൾ വേണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം BJPയുടെ ML കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ഉണ്ടാവുമെന്ന് ഉറപ്പായിട്ട് ജനങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ എനിക്ക് വിശ്വാസമുണ്ട്. തുടക്കത്തിൽ ഇങ്ങനെ അവിടെ അശ്വിനിക്ക് വേണ്ടത്ര സപ്പോർട്ട് കിട്ടുന്നില്ല മണ്ഡലത്തിൽ എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ കണ്ടിരുന്നു. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? അശ്വിനി ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഒരു ഫുൾ സപ്പോർട്ടിൽ ഈ പറഞ്ഞ പോലെ ഈ ചരിത്രം തിരുത്തണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ പാർട്ടി ഒറ്റക്കെട്ടായിട്ടുണ്ടോ? നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഫസ്റ്റൊക്കെ സപ്പോർട്ട് ഉണ്ടായിട്ടില്ല എന്ന്. അത് പക്ഷെ വാർത്തകൾ മാത്രമാണ്, അത് ഫേക്ക് വാർത്തകളാണ്. അത് ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അത് നമ്മളെ ഇടയിൽ ലീഡേഴ്സിനെ ഡിസ്പ്യൂട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ്. പക്ഷെ നമ്മളെ പാർട്ടിയിൽ അങ്ങനെ ഒരു പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. എൻ്റെ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, എല്ലാ ലീഡേഴ്സും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും വർക്കിലുണ്ട്, എല്ലാവരും അവരവരെ തിരക്കുണ്ട്, പിന്നെ അവരവർക്ക് ഓരോ റോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്യാമറ ഒക്കെ കാണുന്നില്ല, പക്ഷേ എല്ലാവരും അവരുടെ ഫീൽഡിലുണ്ട്. അപ്പോൾ മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള സപ്പോർട്ട് എനിക്കുണ്ട്. ബിക്കോസ് ദേ നീഡ് ടു ബി ക്രിയേറ്റ് എൻ ഹിസ്റ്ററി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും 100% സപ്പോർട്ടാണ് എൻ്റെ പാർട്ടീൻ്റെ ലീഡേഴ്സും പ്രവർത്തകന്മാരും എനിക്ക് നൽകുന്നത്. കാസർഗോഡ് എന്നൊരു BJP MLA കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒന്നോ അതിലധികമോ BJP MLA അപ്പോൾ നിയമസഭയിൽ എത്തുമെന്ന് ആത്മവിശ്വാസം? യെസ്, 100%. ഒന്ന് MLA മാത്രമല്ല, എൻ്റെ കൂടെ കുറേ ആൾക്കാർ എൻ്റെ കൊളീഗ്സ് ആയിട്ട് അവിടെ ഉണ്ടാവും. ആത്മവിശ്വാസത്തിലാണ് കാസർഗോട്ടെ NDA സ്ഥാനാർത്ഥി. എല്ലാ ആശംസകളും. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.